told you long ago on the road, I got what they waiting for. ഹായ് ഗായ്സ്, ജിപ്സി ഗെയിമിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് അൺബോക്സിങ്ങുമായിട്ട് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ റിയൽമിയുടെ ബഡ്സ് എയർ 3 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയിട്ടാണുള്ളത്. ഐ തിങ്ക് ലാസ്റ്റ് വീക്കാണ് ലോഞ്ച് ചെയ്ത് അപ്പോൾ തന്നെ ഞാനിത് ഓർഡർ ചെയ്തായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. എനിക്കിത് കിട്ടിയിട്ട് അറൗണ്ട് 2 days ആയിട്ടേ ഉള്ളൂ. സോ ഞാനിത് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്കെന്താണ് തോന്നിയത്, ഈ ഇയർഫോൺസ് ഈ പ്രൈസ് പോയിൻറ്റിൽ വേർത്തിട്ടാണോ, ആൻഡ് ആസ് കമ്പയർഡ് ടു ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഒരുപാട് ടെക്നിക്കലായിട്ടൊന്നും നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ജംപ് ഇൻ ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ ഇയർഫോൺസ് തന്നെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റിക്കാൻ തൽക്കാലത്തേക്ക്. പിന്നെ ആദ്യമുള്ളത് ഒരു വെൽക്കം നോട്ടാണ്. അതിൽ തന്നെ കസ്റ്റമൈസ് ഓഡിയോ ട്യൂണിങ്ങിനെ കുറിച്ചും ആപ്പിൻ്റെ ഒരു സ്കാൻ ചെയ്യാനുള്ള ലോഗോയും പിന്നെ ബാക്കിൽ ഡുവൽ ഡിവൈസ് കണക്ഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു ഫീച്ചർ നോട്ട് പോലെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതങ്ങോട്ട് മാറിയിരിക്കണേ. പിന്നെ ഉള്ളത് നമ്മുടെ യൂസർ മാനുവലാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടല്ലോ. ഓക്കെ, റിയൽമി ബഡ്സ് എയർ 3 എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ യൂസർ മാനുവൽ, ഇതിൻ്റെ കണക്ഷനെ കുറിച്ചും എങ്ങനെ പെയർ ചെയ്യണമെന്നും ബ്ലാ 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 ഓൾ ദോ സ്റ്റഫ് അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ബോക്സിനകത്ത് വരുന്നത് ഇതാ ഒരു USB to Type-C ചാർജറാണ് വരുന്നത്. റിയൽമിയുടെ ഓബ്വിയസ്ലി യെല്ലോ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ ഉള്ളത് 2 pairs ഓഫ് ഇയർ ടിപ്സ്. അപ്പോൾ ഇത്രയാണ് ബോക്സിലുള്ളത്. നമുക്കിനി ഇയർഫോൺസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർഫോൺസ്. ഇതാ ടോപ്പിൽ റിയൽമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ബ്ലൂ മാറ്റ് കളറാണ് ഇത് വരുന്നത്. ഓബ്വിയസ്ലി ബ്ലൂ ആണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്തത്. ഇത് 2 കളേഴ്സിൽ വരുന്നുണ്ട്. ഒന്ന് ബ്ലൂവും ഒന്ന് വൈറ്റും. എന്തോ സിയറ ബ്ലൂ എന്നും പേൾ വൈറ്റ് എന്നും കൂടെയാണ് പറയുന്നത്. ടോപ്പിലൊരു ചെറിയൊരു ഗ്ലോസി ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് റിയൽമി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ക്ലാസ് ആയിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതാ നമ്മുടെ 2 ഇയർഫോൺസ് ഉണ്ട്. നമ്മുടെ റിയൽമി ബഡ്സ് എയർ 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് നല്ല കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് കുറച്ചുകൂടെ വെയിറ്റ് കുറവായിട്ടും കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡിസൈൻ വൈസ് വലിയൊരു വ്യത്യാസം ഇല്ലെങ്കിലും സ്റ്റെമ്മിൻ്റെ ലെങ്ത് അവർ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് പെയറിംഗ് ബട്ടൺ വരിക. അതാ ഈ ബട്ടണിൽ 2 to 3 seconds പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതാ ഇവിടെ വരുന്നതായി ഈ ഗ്രീൻ ലൈറ്റ് അത് വൈറ്റായി മാറുമ്പോൾ അത് പെയറിംഗ് മോഡ് ഓൺ ആയെന്നാണ് അതിനർത്ഥം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ലുക്കിൽ നല്ലൊരു പ്രീമിയം ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ റിയൽമിയുടെ ഇയർബഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പർച്ചേസ് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. സോ ഒരു ഫസ്റ്റ് ടൈം റിയൽമി യൂസർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദിസ് ഡിസൈൻ. നല്ലൊരു സ്ലിം ആൻഡ് സ്ലീക്ക് ഡിസൈനാണ്. ആൻഡ് മോർ ദൻ ദാറ്റ് ഇതിൻ്റെ ഒരു കളർ നല്ല മാറ്റ് ബ്ലൂ കളറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇത് 2 കളേഴ്സിലാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പേൾ വൈറ്റും പിന്നെ ഒന്ന് സിയറ ബ്ലൂ എന്നുണ്ട്. ഞാൻ സിയറ ബ്ലൂ ചൂസ് ചെയ്തു ബിക്കോസ് ഓബ്വിയസ്ലി വൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കളറാണ്. ആൻഡ് ഓൾസോ വൈറ്റിലാണെങ്കിൽ സ്ക്രാച്ചും ഡസ്റ്റിൻ്റെയൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. സോ ഐ ജസ്റ്റ് വെൻറ്റ് വിത്ത് ഇറ്റ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രെഡിസിസർ ആയിട്ടുള്ള റിയൽമി ബഡ്സ് എയർ 2 ആയിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് നല്ല കുറവായിട്ടുണ്ട് ആസ് കമ്പയർ ടു റിയൽമി ബഡ്സ് എയർ 2. അപ്പോൾ ഇത് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഇയർബഡ്സ് ആണ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഇതിൻ്റെ ANC
ANC കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നല്ലൊരു ANC പെർഫോമൻസ് തന്നെ ഇത് തരുന്നുണ്ട്. ഞാൻ എൻ്റെ റൂമിലിരുന്ന് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം കംപ്ലീറ്റ്ലി എല്ലാ നോയ്സും ബ്ലോക്ക്ഡ് ഔട്ട് ആയി. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഞാൻ റോഡ് സൈഡിൽ നിന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം വെഹിക്കിൾസിൻ്റെ ഹോൺസും അതൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ കേൾക്കുന്നുണ്ട്. ബട്ട് ഞാൻ കംപ്ലൈൻ്റ് ആയിട്ട് പറയത്തില്ല, കാരണം വെച്ചാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ദെൻ ബാറ്ററി, റിയൽമി ക്ലെയിം ചെയ്യുന്നത് ഇതിന് 30 hours ഓഫ് പ്ലേ ബാക്ക് ഉണ്ടെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ദാറ്റ്സ് എ റിയലി ഗുഡ് ഫീച്ചർ ആസ് കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സിനൊന്നും ഇത്രയും ഇല്ല. ഐ തിങ്ക് വൺ പ്ലസിനൊക്കെ 15 hours ആണ് വിത്ത് ദ കേസ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ദെൻ തേർഡ് തിങ് ഈസ് ഇതിൻ്റെ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഇംപ്രസ്ഡ് ആയില്ല. റിയൽമി ലിങ്ക് എന്നൊരു ആപ്പ് കാണുക വെച്ചാൽ അത് ഒട്ടും അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ആപ്പല്ല. വെറും ബേസിക് ഫങ്ഷൻസും ജസ്റ്റ് ഒരു ബേസിക് ലേ ഔട്ടുമായിട്ടുള്ളൊരു ആപ്പാണ്. എനിക്ക് അത്രയ്ക്ക് ഞാൻ ഇംപ്രസ്ഡ്, ബട്ട് ഇറ്റ് ഗെറ്റ്സ് ദ ജോബ് ഡൺ. ദെൻ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10mm ഡൈനാമിക് ബേസ് ബൂസ്റ്റ് ഡ്രൈവേഴ്സാണ് ഓരോ ഇയർഫോൺസിലും ഇരിക്കുന്നത്. സോ അത് നല്ലൊരു ബൂമി ബേസാണ് ഇതിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ മിഡ്സും ഹൈയും ലോ ഒക്കെയാണ്. അത്ര കംപ്ലയിൻസ് ഉണ്ടൊന്നും പറയുന്നില്ല, പക്ഷേ ഓവറോൾ നല്ലൊരു സൗണ്ട് പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ. ഡ്യുവൽ ഡിവൈസ് ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാം, നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഒരേ സമയത്ത് അതിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഡിവൈസിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റതിൽ കോൾ വരികയാണെങ്കിൽ ഓബിയസ്ലി നമുക്ക് ടാപ്പ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ വെൻ ഇറ്റ് കംസ് ടു ഗെയിമിങ്ങിന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ എനിക്ക് ലേറ്റൻസി ഇഷ്യൂ ആയിട്ട് വന്നിട്ടേ ഇല്ല. വെറും 88 ms ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ലേറ്റൻസി. അതൊന്നും നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഓൺലി വൺ തിങ് ടു സേ, ഞാനിപ്പോൾ COD കളിച്ചപ്പോഴും PUBG കളിച്ചപ്പോഴും എനിക്കിതിനൊരു ലേറ്റൻസി ഇഷ്യൂ വന്നിട്ടേ ഇല്ല. ഇത്രയൊക്കെയാണ് ഈ ഇയർഫോൺസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ടെക്നിക്കലായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ. സോ അതൊക്കെ പറയാൻ വേറെ ആൾക്കാരുണ്ട്. സോ ആസ് എ കൺക്ലൂഷൻ, ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പ്രോഡക്റ്റ് അറൗണ്ട് 3600 എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ MRP വന്നിട്ട് 4,999 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൈസാണ് ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ പ്രൈസിന് ഇത് വർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചാൽ 100% ഇത് വർത്ത് ഇറ്റ് ആണ്. ഇതിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഇത് വർത്ത് ഇറ്റ് ആയിട്ടാണ്, ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് ബ്ലൈൻഡ്ലി ഗോ ഹെഡ് ആൻഡ് ബൈ ഇറ്റ്. ഇതിൽ വേറെ ചിന്തിക്കാനൊന്നുമില്ല, ഇതിൽ വേറെ പറയാനൊന്നുമില്ല. സോ ജസ്റ്റ് ബൈ ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. So that's all for today. Thank you for watching. This is Egyptian Gaming signing off. Goodbye.